കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ. പയ്യോളി ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം 1.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അല്പം വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 6-7 വറ്റൽമുളക്, ഇതൊന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്. എരിവിനനുസരിച്ച് വറ്റൽമുളക് കൂടുതലോ കുറവോ വേണമെങ്കിൽ എടുക്കാം. ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പെരിഞ്ചീരകം, ഇത്രയും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ മുളകും, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ബാക്കി ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ബാക്കി ഗ്രേവിക്ക് കോൺഫ്ലവറും കുരുമുളക് പൊടിയും, പാകത്തിന് ഉപ്പ്, ഗരം മസാല, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കുറച്ച് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, ചെറിയ നാരങ്ങയാണെങ്കിൽ 1, അല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് മതി. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോ ചിക്കൻ പീസും നമുക്കൊന്ന് വരഞ്ഞ് നമ്മുടെ മാരിനേഡിനകത്ത് മിക്സ് ചെയ്യാം. നല്ലൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അല്പം പച്ചമുളക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതാ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി കുറച്ച് കറിവേപ്പില ആയിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് വറുത്ത് കുഴഞ്ഞത് തേങ്ങയാണ്. ഞാനിവിടെ അരമുറി തേങ്ങയോളം ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രേവി ഒരല്പം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഇങ്ങനെ നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കോരണം. തേങ്ങ മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ വറക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം ചൂടായ എണ്ണയിലേക്ക് അല്പം പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടി ഇടുന്നു. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളുടെ പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.